ഹായ് ഫ്രണ്ട്സ്. സപ്തഭാഷാ സംഗമഭൂമി, അതുപോലെ ദൈവങ്ങളുടെ സ്വന്തം നാട് എന്നൊക്കെ അറിയപ്പെടുന്ന കാസർഗോഡിന്റെ പേര് എങ്ങനെയാണ് വന്നതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. വെൽക്കം ടു വാട്ടർ ക്യൂരിയോസിറ്റി. കുസിരിക്കൂട് എന്ന കന്നഡ പദത്തിൽ നിന്നാണ് കാസർഗോഡ് എന്ന വാക്കുണ്ടായതെന്നാണ് ഒരു വാദം. കുസരി എന്ന് പറഞ്ഞാൽ കന്നഡയിൽ കാഞ്ഞിരം എന്നാണ്. കുസരിക്കൂട് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരക്കൂട്ടം. പ്രാചീന കാലത്ത് കാസർഗോഡ് കാഞ്ഞിരങ്ങളുടെ കുറെ വനങ്ങളുണ്ടായിരുന്നെന്നും അതിൽ നിന്നാണ് പിന്നീട് കുസരിക്കൂട് എന്ന് പറയുന്ന കന്നഡ വാക്കിൽ നിന്ന് കാസർഗോഡ് ആവുകയും പിന്നീട് അത് കാസർഗോഡായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പഴയ കാലത്ത് ഇതിനെ മലയാളീകരിച്ച് കാഞ്ഞിരക്കോട്, അതേപോലെ കാഞ്ഞിരോട് എന്നൊക്കെ വിളിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ ഈ കാഞ്ഞിരത്തിന് സംസ്കൃതത്തില് കാരസ്കരം, അതുപോലെ കാസാരം എന്നൊക്കെയുള്ള പേരുണ്ട്. അതിൽ നിന്നാണെന്നും ഈ പേര് വന്നതെന്നും പറയുന്നുണ്ട്. എന്തിനായാലും കാഞ്ഞിരം ഇന്ന് കാസർഗോഡ് ജില്ലയിൽ അത്രയുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന്റെ സ്ഥാനത്ത് നിന്ന് കവുങ്ങും പുകയിലയും തെങ്ങും അതുപോലെ മറ്റു വിളകളൊക്കെ കൈയടക്കിയിരിക്കുകയാണ്. എന്ത് തന്നെയാലും കാസർഗോഡ് എന്ന പേര് കാഞ്ഞിരവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതേപോലെ മറ്റൊരു വാദം എന്താണെന്ന് വെച്ചാൽ കാസാരം, അതേപോലെ ക്രോഡം എന്നീ രണ്ട് സംസ്കൃത വാക്കുകളിൽ നിന്നാണ് കാസാര ക്രോഡ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കാസർഗോഡ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. കാസാരം എന്നാൽ ജലാശയം അല്ലെങ്കിൽ കായല്, ജലസഞ്ചയം, അങ്ങനെയൊക്കെയുള്ള തടാകം, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ക്രോഡ എന്ന് പറഞ്ഞാൽ നിധി എന്നാണ്. കായലിലെ നിധിയാണോ അതല്ല നിധി അല്ലെങ്കിൽ ഈ ജലാശയങ്ങൾ തന്നെ ഒരു നിധിയായതാണോ എന്നറിയില്ല. അങ്ങനെയാണ് വന്നതെന്ന് ഒരു വാദമുണ്ട്. 12ഓളം നദികളും അതിൻ്റെ പോഷക നദികളും അതേപോലെ നദികൾ പതിക്കുന്ന സ്ഥലത്തുള്ള കായലുകൾ, ബാക്ക് വാട്ടേഴ്സ്, ലഗൂണുകൾ, തടാകങ്ങൾ ഒക്കെ ഉള്ള ജലസഞ്ചയത്താൽ സമൃദ്ധമായ ഒരു പ്രദേശമാണ് കാസർഗോഡ്. അപ്പോൾ അത് ഈ ജലാശയങ്ങളല്ലെ ജലസമൃദ്ധിയാൽ തന്നെ അതൊരു നിധിയായി തന്നെ കണക്കാക്കിയാണോ ഈ പേര് വന്നതെന്നൊരു വാദമുണ്ട്. അതല്ല അനന്തപുരം കായൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിധിയുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് അങ്ങനെ വന്നതാണോ എന്നും ഒരു വാദമുണ്ട്. ഈ രണ്ട് വാദങ്ങളാണ് കാസർഗോഡ് എന്ന പേര് നിദാനമായതെന്നാണ് സാധാരണയായിട്ട് പറയുന്നത്. മറ്റൊരു കൗതുകകരമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.